ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ഞാനും അനിയറ്റും കൂടി ഒരുമിച്ച് വീഡിയോ ഇട്ടിട്ടെന്ന് അറിയാം. ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ ഹോസ്റ്റലിലും അവൾ ഹോസ്റ്റലിലാണ്, വീട്ടിലാരുമില്ല. അപ്പം ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഇപ്പം എൻ്റെ ഒരു പരസ്പരം വേറെ വേറെ ഹോസ്റ്റലല്ലേ, അപ്പോൾ അവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾ അവിടുത്തെ ചെയ്യും, ഞാൻ ഇവിടുത്തെ ചെയ്യും, രണ്ടും കൂടി മിസ്സായിട്ട് നിങ്ങൾ കാണും. അപ്പം അങ്ങനെ അപ്പോൾ ഞാനിപ്പോൾ ഹോസ്റ്റലിലാണ്. എനിക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ അറിയാം, ഞാനിപ്പോൾ ഹോസ്റ്റലിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ക്ലാസ്സിലൊക്കെ പോയി. ഇപ്പോൾ മണിപ്പോൾ 10 മണിയൊക്കെ ആയിട്ട് രാവിലെ എണീറ്റ് ക്ലാസ്സിലൊക്കെ പോയി. ഇതെപ്പോൾ വന്നുള്ളൂ, അതേ ഫുഡ് കഴിച്ചിട്ട് ഇരിക്കുകയാണ്. 10 നേരെ വൈകി ശരിക്കും വന്നപ്പോൾ. സാധാരണ ഒരു 9:45 ആകുമ്പോൾ വരാറുണ്ട് ക്ലാസ് കഴിഞ്ഞിട്ട്. ഇന്നിപ്പോൾ 10:15 ആയി. അതേ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ മണി 10:30 ആയി. ഇപ്പോൾ ഹോസ്റ്റലിൽ ഞാൻ മാത്രമല്ല കേട്ടോ, ഇവിടെ എല്ലാവരും ക്ലാസ്സിലും ജോലിക്കൊക്കെ പോയിക്കാണ്. അപ്പോൾ ആരും ഇല്ല ഇപ്പോൾ ഇവിടെ, ഞാൻ മാത്രമല്ലെങ്കിൽ 11 വരെയൊക്കെ ആകുമ്പോൾ ഒരു കുട്ടിയൊക്കെ വരും. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിട്ടുള്ളവരായിട്ട് പരിചയപ്പെടാം നിങ്ങൾക്ക് ആരൊക്കെയാണെന്നൊക്കെ. ഇതൊക്കെ ഇഷ്ടമായ ഇത് ബാക്കിൽ കാണുന്നതൊക്കെ നമ്മളുടെ ക്രിയേറ്റിവിറ്റിയാണ് ഗൈസ്. അങ്ങനെ പിന്നിട്ടൊരു കുഞ്ഞു വ്ളോഗാണ്, ഡേ ഇൻ മൈ ഹോസ്റ്റൽ ലൈഫ് ആണ്. അപ്പം അത്രയുള്ളൂ. ഇനി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇനി എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വലിയ കാണിച്ചു തരാം. കുറച്ച് പരിപാടി, കുളിക്കണം, പഠിക്കണം ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അപ്പം നമുക്ക് ഇനി അടുത്ത വിശേഷമായിട്ട് നമുക്ക് വരാം. ബൈ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഡേ ഇൻ ലൈഫ് എടുക്കണോണ്ട് ജസ്റ്റ് കാണിച്ചു തരുന്നതാണ്. ഞാൻ കിടക്കുന്നത് ഈ ബെഡിലാണ്. ഇതാണ് എൻ്റെ ബെഡ്, ദിസ് ഈസ് മൈ ബെഡ്. പിന്നെ ഇവിടെ ഒരു ബെഡ്, എൻ്റെ അടുത്ത് ഒരു അസ്ലൂണ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. പിന്നെ അവിടെ ഇന്ദു, പിന്നെ മോളിൽ അവിടെ ടിനി, ഇവിടെ സിനു, പിന്നെ അവിടെ അക്സ, ഇവിടെ സിജി. ഇവിടെ ആരുമില്ല കേട്ടോ, ഇവിടെ വേക്കൻസിയാണ്. വീണ്ടും ഞാൻ അങ്ങനെ എ സി ഒക്കെ ഉണ്ട്. പിന്നെ ഉണ്ട്, ഇതൊക്കെ നന്നത് ചെയ്ത വർക്കാണ്. ഇനി നിൻ്റെ കമൻറ്റ് ചെയ്യണേ. ഇതൊക്കെ നന്നത് കഷ്ടപ്പെട്ട് ചെയ്ത ആർട്ട് ബട്ടർഫ്ലൈ. പിന്നെ ലൈറ്റൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. നന്നൻ്റെ റൂമിന് 7 പേര് മാത്രമല്ല, 2 പേരും കൂടെ എക്സ്ട്രാ ഉണ്ട്. ഇതാണ്, ഇത് ചുക്കി, ഇത് സിംബ, ഇത് പെണ്ണും ഇത് ആണാണ്. സിംബ, ചുക്കി എന്നുണ്ട്. ഞങ്ങളുടെ മീ ചുക്കീനെ സിംബേനെ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? അങ്ങനെ പിന്നെ എന്താ, ഇനി വേറെ പരിപാടികളൊന്നും ഇല്ല. ഇനി എനിക്ക് കുളിക്കണം. അയ്യോ എവിടെ കാണില്ലല്ലോ, കുളിക്കണം, അങ്ങനെയൊക്കെ പരിപാടി ഉണ്ട്. പിന്നെ നമുക്ക് കാണാം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ കാണാട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്നു. അതിനു മുമ്പ് ഞാനിവിടെ കുറച്ച് സൂപ്പർ മാർക്കറ്റിലേക്കൊക്കെ പോയിരുന്നു. കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനൊക്കെ വാങ്ങിച്ച് കുളിച്ച് ഞാൻ വന്നേക്കാണ്. ഇനി ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് കഴിക്കാൻ കുറച്ച് നേരം വൈകി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നമുക്ക് കാണാം കേട്ടോ. ബൈ. എന്താ ചെയ്യണേ? ഇവിടെ എന്നും എന്നെയാ ഇന്ന് തീരോ? ഇവിടെ എല്ലാവരും കിടന്നോ തന്നെ. ചേച്ചി അവിടെ ബിസിയാണ്.
ഇവിടെ ഒരാൾ അടക്കണു, ഇവിടെ കിടന്ന് ഉറങ്ങണു, അവിടെ ഫോൺ നോക്കണു, ബാക്കി ആരും വന്നിട്ടില്ല. ഇങ്ങനെ ഇങ്ങനെ പൊളിക്കാൻ നല്ല നല്ല ക്ഷമയും കോൺസെൻട്രേഷൻ ആണ്. അടുത്ത ക്ഷമയും കോൺസെൻട്രേഷനും വേണം. പിന്നെ പൊളിക്കുക. പൊളിച്ചിട്ട് അയ്യോ എന്നെ കാണില്ല. കാണുന്നുണ്ട്. അതും കൂടി കഴിക്കി. അത് നീയാണ് എന്താ മതി. ബെഡ് കഴിക്കണ്ടേ നമുക്ക്? ചോര ചോര വേണ്ടേ? കഴിക്കി. മുന്നേ ഞാൻ ബ്ലഡ് കൊടുക്കാൻ പോവായിരുന്നു. ഫ്രൂട്ടി കിട്ടാൻ. ഇപ്പൊ ഫ്രൂട്ടി കിട്ടും. ഓ ബെഡ് കൊടുക്കുമ്പോ കൊടുക്കും. ഇപ്പൊ അങ്ങോട്ട് പോയി കാണാൻ ചിലപ്പോ കിട്ടായിരിക്കും. ദിസ് ഈസ് ഇൻഡോ ടീ. നമസ്തേ. ഓൺലി ഹിന്ദി അല്ല ഹിന്ദി ഓൺലി അല്ല ഹിന്ദി മാത്രം ഹേ. Oh my god. ലാസ്റ്റ് ടൈപ്പ് ചെയ്യുന്നു. ഇഷ്ടല്ലേ? നീ മൈസൂർപ്പാക്ക് കഴിച്ചാൽ ഞാൻ കഴിച്ചാലോ? കഴിക്കാനുണ്ട്. ഉറുമാമ്പളം പറയും. അനാള് കറുത്തു ചേഞ്ച് കറക്റ്റോ? ഇന്നലെ പറയും കറക്റ്റോ? അവിടെ ഉണ്ടല്ലേ? ഇവിടെ പൂച്ചയുണ്ട്. പൂച്ചനെ കാണിച്ചേരട്ടെ. ഇവിടെ ഒരു കറുത്ത പൂച്ച. നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോ ഇങ്ങോട്ട് നോക്കി പഠിപ്പിക്കുന്ന പൂച്ച. നമ്മളങ്ങോട്ടൊന്നും ചെയ്തില്ലെങ്കിലും ഉരുട്ടും നമ്മളെ. എത്ര എത്ര ഓട്ടങ്ങൾ. ഓ പൂച്ച കാണാൻ ഇവിടെ ചിലർ ഓടിട്ട് വരെയുണ്ട്. ഞാനല്ല, തീരെയല്ല. എന്ത് തീരാത്തത്? കഴിക്കണം. നമ്മൾ ഒറ്റടിക്കിടും. ഇപ്പൊ വേഗം തീരല്ലോ. നീര് കഴിക്കണം. നീര് കഴിച്ചിട്ട് ഇവിടുന്ന് പോകാൻ പാടല്ലോ. അപ്പൊ ശരി, ബൈ ബൈ. ഹലോ, അപ്പൊ ഞാൻ ഡാൻസിന് പോവാണ്. ഡയോണെ അസ്ട്രോണയും താഴെ വെള്ളം എടുക്കാൻ പോയിരിക്കുകയാണ്. ഞാനിങ്ങനെ മെല്ലെ ഒരു സ്ലോ മോഷനിൽ ഷൂസൊക്കെ ഇട്ടിട്ട് ഇറങ്ങുന്നേ ഉള്ളൂ. ഞാനിന്ന് മേക്കപ്പ് ഒന്നും അല്ല, ഞാൻ മേക്കപ്പ് ഇടാറില്ല പൊതുവേ. ഏതായാലും ഇന്ന് മേക്കപ്പ് ഒന്നും ഇടാൻ ഇറങ്ങിയപ്പോഴാണ് ഒരുമാതിരി ഉറക്കത്തിൽ നിന്ന് എണീറ്റില്ല. അപ്പം ഞാൻ ജസ്റ്റ് കണ്ണൊന്നും ഇത് എന്താണ് കാണാത്തത്? ഇതിൽ ഫിൽറ്റർ ഇല്ല കേട്ടോ, ഭയങ്കര ഒറിജിനാലിറ്റി. ഓഫ്, ഞാൻ അസ്ട്രോ ഇടാം. ഇതാണ് നിങ്ങളുടെ സ്വന്തം ഡയോണ. ഓക്കെ ടാറ്റ, ഐ വിൽ ഗോ ആൻഡ് കം. പോകുമ്പോൾ എങ്ങനെങ്കിലും ഉണ്ടാവും, വരുമ്പോൾ പിന്നെ അതാണ് അക്സബിന് വരുന്നുണ്ട്. അക്സബിന് നമുക്ക് അതാ നടന്നു വരുന്നതാണ് നമ്മുടെ റൂമിലെ ഏറ്റവും സീനിയർ. സീനിയർ ദയ്യാനാണ്, പക്ഷെ എന്നാലും മെച്യൂരിറ്റി കൊണ്ട് സീനിയർ അക്സബിനെയാണ്. ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ.
അപ്പോൾ ഗൈസ് ഡാൻസിന് പോയ ഇന്ദുട്ടി തിരിച്ചു വന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് വന്നിട്ടുണ്ട്, നമുക്ക് ഫുഡ് കഴിക്കാം. എല്ലാവരും പോയി, ഞാൻ മാത്രമല്ലോ ഫുഡ് കഴിക്കാം. ഗൈസ് എന്താ പേട്ട ഇവിടെ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പാലോ പാലോ നല്ല നടപ്പാലോ, അപ്പന്റെ കയ്യ പിടിച്ച് നടക്കണ നേരം, ആയോരോ പാലത്തിന്റെ തൂണേ വന്ന് പൊന്നോ എന്നൊരു വിളിയും കേട്ടേ, പൊന്നോ എന്നൊരു വിളിയും കേട്ടേ. പാലോ പാലോ നല്ല നടപ്പാലോ, അപ്പന്റെ കയ്യ പിടിച്ച് നടക്കണ നേരം, ആയോരോ പാലത്തിന്റെ തൂണേ വന്ന് പൊന്നോ എന്നൊരു വിളിയും കേട്ടേ, പൊന്നോ എന്നൊരു വിളിയും കേട്ടേ. ആയ കഥ കേട്ട് കരയരുതേ പൊന്നോ, ആയ കഥ ഞാന് ചൊല്ലിത്തരാം. ആയ കഥ കേട്ട് കരയരുതേ പൊന്നോ, ആയ കഥ ഞാന് ചൊല്ലിത്തരാം. ഹായ്, ഗുഡ് നൈറ്റ്. ഇന്ദു ഗുഡ് നൈറ്റ്. ഹസ്ബന ഗുഡ് നൈറ്റ്. ബൈ ബൈ ബൈ. ഓക്കെ, ടാറ്റ. ഫുഡ് കൊടുക്കാണോ? ഫുഡ് കൊടുക്ക? അല്ല പിന്നെ അല്ലടി പാർഷ്യാലിറ്റി കാര്യം. കൊച്ചിങ്ങടെ ചോറാരെങ്കിലും കണ്ടോ? ഫുഡ് കൊടുക്കാൻ പോണു ഗൈസ്. കാണിക്കത്തില്ല ഞാൻ. പോടുന്നു. ഫ്രീഡോ ഡയറീസ്. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മളുടെ ഹോസ്റ്റൽ റൂമിലെ ഡെക്കറേഷൻ വീഡിയോസ് ആണ്. അതാ നോക്കൂ, സീജി കൊണ്ടുവന്ന് അതാ സ്റ്റാറിന്റെ ഉള്ളിൽ ഒരു സ്നോമാൻ ഗിഫ്റ്റ് പിടിച്ചിരിക്കുന്ന കണ്ടില്ലേ? അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. പിന്നെ ദാ ഞങ്ങളുടെ ബട്ടർഫ്ലൈ, പിന്നെ ഞങ്ങളുടെ ഹേർട്ട്, പിന്നെ ഞങ്ങളുടെ വൈനിലകള്, പിന്നെ ഞങ്ങളുടെ AC, എന്തൊക്കെയല്ലേടാ ഈ കൊച്ചു റൂമിലേക്ക്. പിന്നെ ഞങ്ങളുടെ ടിരിചന്ദ്രൻ. നീയഴക് നിറയും രാധ, മൊഴിയഴക് നിറയും രാധ, കണ്ണന്റെ മനസ്സിൽ അവൻ നീലകവർണ്ണന് ഞാൻ വരുന്നു, ഓടക്കുഴലെടുത്തു ഞാൻ ഒരു പടമേ. അപ്പോൾ ഗൈസ്, ഇതോടുകൂടി നമ്മുടെ വ്ലോഗ് അവസാനിപ്പിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.